ആരുമില്ല ഇവിടെ. ഇറങ്ങി വാടി. എനിക്ക് 2 വർത്താനം പറയണം. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. നീ അവളെ കൊണ്ടുപോയി വിട്ടോടി കൊരങ്ങേ. ഗോപി, ഇവിടെ കിടന്ന് ബഹളം വെക്കണ്ട. ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. നീ ആളെ കൂട്ടടി. എനിക്ക് പറയാനുണ്ട് അവരോട്. നല്ല പൂവമ്പഴം പോലുള്ള എന്റെ മോളെ പാട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കൂടെ കൊണ്ട് നടന്ന് കണ്ട അലമ്പ് പടങ്ങളിലൊക്കെ അഭിനയിപ്പിച്ചപ്പോ തൊട്ടിയായില്ലടി നിനക്ക്. ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ലടി. കാണിച്ചടി നിനക്ക്, കാണിച്ചു തരാം. ഞാൻ മര്യാദക്ക് അവളെ കെട്ടിച്ചു വിടാൻ പോയപ്പോഴാണ് അവളുടെ ഒടുക്കത്തൊരു സിനിമ. ഒരു കാലത്ത് നീ നന്നാവലടി. പാവായിരുന്നു എന്റെ മോള്. ഇവളൊരുത്തിയാണ് അവളെ നശിപ്പിച്ചത്. ഒരു ടീച്ചർ. എന്താ ഇത് കണ്ടോ? എന്താ ഇത്? ചീറി കളയത്. അച്ചു കാണണ്ട. അവളുടെ ഒരു വേഷം. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടോക്ക് പോയിന്റിലേക്ക് സ്വാഗതം. ടോക്ക് പോയിന്റിൽ നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കുന്ന വിഷയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അശ്ലീല ചിത്രങ്ങളുടെ അതിപ്രസരത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് വനിതാ കമ്മീഷൻ അംഗം ശ്രീമതി ഓമന ജോസഫ്, പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ കണ്ണൻ പിണ്ടിമന, അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ, നിർമ്മാതാവ് ശ്രീ ഫിലിപ്പ് വടക്കൻ, പിന്നെ സ്റ്റുഡിയോയിലെ ഓഡിയൻസും. ശ്രീമതി ഓമനയിൽ നിന്ന് തന്നെ തുടങ്ങാം. അശ്ലീല ചിത്രങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്കാരത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ചർച്ചാ വിഷയമാവേണ്ടത് കേരളത്തിലെ ആണുങ്ങളുടെ സംസ്കാരമാണ്. ഒരുതരം വോയറിസ്റ്റിക് പ്ലഷറിൽ പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ പുരുഷന്മാർ. അതിന്റെ സൂചനയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ തുടർച്ചയായി വിജയിക്കുന്നത്. മാഡം, ആണുങ്ങളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. നിങ്ങൾ ഈ പറഞ്ഞ സിനിമകളിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ പറ്റി നിങ്ങളെന്ന് പറയുന്നു. നിഷ, രേഷ്മ, സജന. ഇത്തരത്തിലുള്ളൊരു ചിത്രം നിർമ്മിച്ച ഒരാളെന്ന നിലയ്ക്ക് മിസ്റ്റർ ഫിലിപ്പ് വടക്കന് എന്താണ് ഈ പ്രവണതയെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ ഇത്ര പോസ്റ്റ്മോർട്ടം ചെയ്ത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാണികൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിനിമയിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസിലൂടെ അതൊക്കെ കാണുവര്. പിന്നെ 2 സൂപ്പർ സ്റ്റാറുകൾ വെച്ച് പടം ചെയ്ത ഒരാളാണ് ഞാൻ. ഈ 2 ചിത്രങ്ങളുടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീർത്തത് ഈ ഒരൊറ്റ നിശാ ചിത്രം കൊണ്ടാണ്. അടുത്തതായി അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ എന്താണ് പറയാനുള്ളത്? ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ആണിനെയോ പെണ്ണിനെയോ അല്ല, ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നവരെയും അതിന് യാതൊരു റെഗുലേഷൻസും വെക്കാതെ റിലീസിംഗിന് അനുവദിക്കുന്ന സർക്കാരിനെയുമാണ്. സ്കൂളുകളുടെയും ദേവാലയങ്ങളുടെയും മതിലുകൾ വരെ ഇത്തരം ചിത്രങ്ങളുടെ പോസ്റ്റ് ഒട്ടിച്ച് നിറച്ചിരിക്കുന്നു. പണത്തിന് വേണ്ടി എത്ര തരം താഴാൻ ഇവർക്ക് യാതൊരു മടിയില്ല. മിസ്റ്റർ കണ്ണൻ, നിങ്ങൾ മലയാളത്തിലെ ഒരു സൂപ്പർ സംവിധായകനാണല്ലോ. ഈ ചിത്രങ്ങൾ മലയാള സിനിമയെ എങ്ങനെ ബാധിക്കുന്നു? മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ശാപമാണ് നിഷ. അവർ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ യുവാക്കൾക്കിടയിൽ. ഈ പെണ്ണൊരുമ്പിട്ടാലെന്ന് നമ്മുടെ പഴമക്കാർ പറയും. ഇവിടെ നിഷയും അവളെ പോലുള്ളവരും ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് മലയാള സിനിമയെ നശിപ്പിക്കാൻ. ഇത് അനുവദിക്കരുത്. 100 മെസ്സേജ് എന്റെ ഫോണിലുണ്ട്. വേർത്തുന്നാണ്ടില്ലേ അവന്റെ അമ്മയുടെ ഒരു സാരി. ഈ സാരി കൊടുത്ത് ഞാൻ വേലക്കാരിയായിട്ട് അഭിനയിക്കണം. ഇത് മുട്ടുവരെ പൊക്കി കുത്തി കുനിഞ്ഞിരുന്ന നിലം തുടയ്ക്കണം.
കുനിഞ്ഞുകുനിഞ്ഞങ്ങോട്ട് കുനിയാൻ പറയുന്നത് എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കണ്ട് വെള്ളം ഇറക്കാൻ കുറെ അവന്മാർക്ക് അത്ര കളഞ്ഞാ പോരെ. അഴുത പോലെ കുറയണം മറന്നോളും സാധാരണമൂർത്തികൾ. ഓ, ഇവരെ കൊണ്ടാണല്ലോ ഞാനിപ്പോ ജീവിക്കണേ. അത് ഞാനങ്ങ് മറന്നു. ഇത് തീർന്നോ? ഈ കുന്തം തീർന്നോന്ന്? വീടും ആരാധകരും ആരും വരുന്നതിന്റെ അഭിനയം കാണാനൊന്നും അല്ല, കാണാൻ വേണ്ടി തന്നെയാണ്. മടുത്തടോ, ശരിക്കും മടുത്തു. എന്റെ പേര് പോലും ഞാൻ മറന്നുപോയി. ഇപ്പൊ വേറെ ശവം, ഇത്തിരി മാംസം മാത്രം ബാക്കിയുള്ള ശവം. ഇത് കൊത്തി തിന്നാനും കഴിവന്മാർ കാത്തു നിൽപ്പുണ്ട്. ഞാനൊരു പെണ്ണല്ലേടോ, ആരോടൊക്കെ വാശി തീർക്കാൻ വേണ്ടി തുടങ്ങിയതാ. അതെങ്ങനെയായി? ഒന്നും വേണ്ടായിരുന്നു. ഇനിയിപ്പോ പരാതി പറഞ്ഞിട്ടെന്തിനാ? നീ ഭക്ഷണം കഴിച്ചോ? രാവിലെ പോയി കിടന്നു. மல்லே கொஞ்சம் சீக்கிரம் மாமா. இது உள்ள வச்சுட்டு வந்துடுறேங்க. ഹലോ അമ്മ. സെൽവണ്ണ, അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഇതുവരെ വന്നില്ല. யாரு? அந்த செட்டியாரா? அவரு கண்டிப்பா வந்துடுவாரு. ഓ, என்னாச்சுங்க? ஒண்ணும் இல்ல, நீ யாரு?
ഈ ചെട്ടിയാർ സാറിന്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ കിട്ടുന്നത് നിന്റെ ഭാഗ്യവണ്ണേ. സാറൊന്ന് കരിഞ്ഞ ആ നീ നാളെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 സെക്സ് ബോംബാ. நான் ஏத்தி விட்டவங்கத்தா இந்த கோலிவுட்டிலும் பாலிவுட்டிலும் டோலிவுட்டிலும் கோட்டி கட்டி பறக்குறாங்க. ദേ വിളിക്കുന്നു നിഷ. ആ. ഹലോ മാഡം. ആ കുമാരെ, ചെട്ടിയാർ സാർ അഡ്വാൻസുമായിട്ട് ആളെ വിടാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആരും കണ്ടില്ല. സാറ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അയ്യോ ഇതുവരെ എത്തിയില്ലേ? ഞാനൊന്ന് സാറിനെ വിളിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറയാം. നിഷ முண்டோ அந்த பொண்ணை வச்சு நான் 2 படம் பண்ணேன். எந்த அட்ஜஸ்ட்மெண்ட்டுக்கு நிக்காம அவ 2 படத்துல என்ன ஏமாத்திட்டேன். காசும் அதிகமா വാങ്ങിട്ടேன். അവളുടെ കാര്യം ഇനി പോക്ക. അഡ്വാൻസ് കൊടുത്തവര് പോലും തിരിച്ചു ചോദിക്കുന്നെന്നാ കേട്ടത്. ഹലോ ഹലോ നിജിബേ. ഇക്ക നിങ്ങള് ഇപ്പൊ എവിടെന്നാ? ഞാൻ നാട്ടീന്നാ. ഒരു വിവരം അറിയിക്കാണ്ട്. എന്താക്കാ? എന്റെ ഉമ്മ പോയി നജീബേ. കുറച്ചു കാലായി. എന്നെ അറിയിക്കാൻ കുറെ ശ്രമിച്ചു. എവിടെയാന്നറിയണ്ട എങ്ങനെയാ? അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. എനിക്ക് വയറ്റിലുണ്ടോന്നൊരു സംശയം. നമുക്കിത് വേണ്ട. നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. നീ എന്താ പറഞ്ഞേ? അതങ്ങനെ നീ മാത്രം തീരുമാനിക്കണ്ട സാവിത്രി, പ്ലീസ്. പടച്ചോൻ പൊറുക്കാത്ത കാര്യ നീ പറയണേ. നമ്മുടെ ജീവിതം ഇങ്ങനെയായി. നമുക്ക് ആ കുട്ടീനെങ്കിലും മര്യാദയ്ക്ക് വളർത്തണം. എങ്ങനെ വളർത്തുന്നാ പറഞ്ഞു വരുന്നത്? തെണ്ടുവോ? പിന്നെ പടച്ചോൻ കാണിച്ച വഴിയിലൂടാണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നേ. നീ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി പോയെന്ന്. ഇതിലേക്ക് ആ കുട്ടിയെ കൂടെ കൊണ്ടുവരുന്നതായിരിക്കും അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. സാവിത്രി, 10 ആളുടെ മുന്നിൽ തല കുനിക്കാതെ നടക്കാൻ പറ്റുമോ ആ കുട്ടിക്ക്? അച്ഛനും അമ്മയും വലിയ പേരാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ആ കുഞ്ഞിനെ കൊന്നുള്ള പാപം കൂടി തലേക്കേറ്റി വെക്കരുത്. പിന്നൊരു പ്രസവം കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും അഭിനയിക്കാൻ വിളിക്കൂ? വളർത്തും പോലും. എനിക്കൊന്നും കേക്കണ്ട. നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. എനിക്കിതിനെ വേണ്ട. ഒരു തള്ളയാവുള്ള യോഗമൊന്നും നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല.